നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിലും, നേരത്തെ തൊട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും, ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാതിരിക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന 8 കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഇതൊന്ന് മനസ്സിലാക്കുക. ഇതിൽ 7ഉം 8ഉം പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ 8 കാരണങ്ങൾ അല്ലെങ്കിൽ 8 മിസ്റ്റേക്ക് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് 8 ടിപ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ എടുക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ പോയിന്റ്, യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. കയ്യിൽ പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ കുറേ എക്യുപ്മെന്റ്സ് അങ്ങ് വാങ്ങും. യൂട്യൂബിന് വേണ്ടി കുറേ ഇൻവെസ്റ്റ്മെന്റ് അങ്ങ് നടത്തും. തുടക്കത്തിൽ തന്നെ യൂട്യൂബ് ചാനൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിന് മുമ്പേ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ക്യാമറ, 2-3 മൈക്ക്, ട്രൈപോഡ്, ലൈറ്റ്, സെറ്റപ്പ്, മൊത്തം ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം തന്നെ നടത്തും. വീഡിയോ എന്ത് ചെയ്യണം, ഏത് രീതിയിലുള്ള ചാനൽ തുടങ്ങണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു പരിപാടി നിങ്ങൾ ആരും ചെയ്യരുത്. നിങ്ങൾ യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു സാധനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബർ ആകാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ സ്മാർട്ട് ഫോൺ വെച്ച് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അതിൽ വീഡിയോകൾ ചെയ്യാനും സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് പിന്നെ എപ്പോഴാണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഒരു ലെവലിലേക്ക് ഗ്രോ ചെയ്ത് വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ സെറ്റപ്പ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യും. ഈ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് പൈസ മുടക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു ക്യാമറ, നല്ലൊരു ക്യാമറ വാങ്ങണേ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ആവും. ഒരു നല്ല ലാപ്ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ ആവും. അപ്പോൾ ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റഡ് എമൗണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നൊരു തോന്നൽ എപ്പോൾ വരുന്നു അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ യൂട്യൂബിന് വേണ്ടി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. യൂട്യൂബിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് നഷ്ടമായിട്ട് മാറും. ഈ ഒരു പോയിന്റ് എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പലരും ഈ ഒരു പരിപാടി കാണിച്ച് കയ്യിലെ പൈസ പോയി യൂട്യൂബിലൊന്നും ആകാൻ പറ്റാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ആദ്യം തന്നെ ഓർമ്മിപ്പിച്ചത്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കുക, യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനും ടോപ്പിക് തപ്പാനും വേണ്ടി പോകരുത്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ കയ്യിൽ ഒരു 10 വീഡിയോ എങ്കിലും കുറഞ്ഞത് സെറ്റ് ആയിരിക്കണം. പലരും ചെയ്യുന്ന ഒരു പരിപാടി, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും യൂട്യൂബേഴ്സിനെ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. പേഴ്സണലി എനിക്ക് ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ? യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതിന് മുമ്പേ ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യും അത് പറയാം. അപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 10 സെക്കൻഡിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. അത് അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തായിരുന്നു. 10 സെക്കൻഡ് പോലും എടുക്കത്തില്ല ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതല്ല സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം. യൂട്യൂബിൽ നമ്മൾ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യണമെന്നുള്ള നമ്മുടെ പ്ലാനിങ്, അവിടെയാണ് നമ്മൾ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പം നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനോ നിങ്ങൾക്കൊരു ചാനൽ ഉണ്ടാക്കാനോ യൂട്യൂബർ ആകാനോ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കുറേ കണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം, യൂട്യൂബിൽ പലരും ഗ്രോ ചെയ്ത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു, നല്ല ഫെയിം ഉണ്ടാക്കുന്നു. അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ, പെട്ടെന്ന് വൈറലാകുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്കും യൂട്യൂബർ ആകണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ ഇപ്പം നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പഠിക്കുന്നവർ, അവരെ പഠിത്തവും ജോലിയൊക്കെ കളഞ്ഞിട്ട് യൂട്യൂബിൻ്റെ പുറകെ ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് യൂട്യൂബർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടാനും തയ്യാറാണെങ്കിൽ മാത്രം അതിനുവേണ്ടി സമയം കളയുക. പലരും ചെയ്യുന്ന പരിപാടി, ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ പുറകെ ഇറങ്ങി ഒരു പാർട്ട് ടൈം ജോബാണ് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് നിങ്ങളുടെ ചുറ്റിലും കാണുന്ന നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോയിട്ടുള്ള എല്ലാ ക്രിയേറ്റേഴ്സും അവരവരുടെ പാർട്ട് ടൈം ജോബ് അല്ല യൂട്യൂബ്, അവരുടെ മെയിൻ ജോബാണ് യൂട്യൂബ്. അതിനുശേഷമായിരിക്കും മറ്റെന്തെങ്കിലും പണി അവർ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണാനും അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷനെ ഒരു സീരിയസ് കണ്ടന്റ് ആയിട്ട് കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി സമയം കളയും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവസാനം ഇത് നഷ്ടമായിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇനി നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് യൂട്യൂബ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അത്രയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ യൂട്യൂബിന് വേണ്ടി അല്ലെങ്കിൽ വീഡിയോ ക്രിയേഷന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്യാവൂ. മനസ്സിലായോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം പിന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. ആ ഒരു ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തോളുക. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാൽ ആർക്കും ഒരു പിടി കാണത്തില്ല. വർഷത്തിൽ എനിക്ക് തോന്നുന്നു 1000-ലധികം പ്രാവശ്യം യൂട്യൂബ് അൽഗോരിതത്തിൽ മാറ്റം വരുമെന്നാണ് ഞാൻ ഇവിടെ ഒരു ആർട്ടിക്കിളിൽ വായിച്ചത്. അപ്പം ഇത്രയും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഈ അൽഗോരിതത്തെ നമുക്ക് ക്രാക്ക് ചെയ്യാനോ അതിൻ്റെ പുറകെ പോയിട്ടോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പലയിടത്തും നമുക്ക് പല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ കിട്ടുമെങ്കിലും അത് ചിലപ്പം ഈ അൽഗോരിതം ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അതിനെ
അതിനെ ഫോളോ ചെയ്ത് അതിനനുസരിച്ച് വീഡിയോകൾ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ടിപ്സുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് കിട്ടും. പക്ഷേ അതിനെയൊക്കെ ഫോളോ ചെയ്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഫോളോ ചെയ്ത് പോയി നമ്മൾ ആ വീഡിയോ ചെയ്ത് അതേ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് യൂട്യൂബ് അൽഗോരിതം മാറ്റി അത് അതിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടായിരിക്കും. അപ്പം യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുമ്പോൾ മുമ്പ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു 4-5 വർഷം മുമ്പ് വാരി വലിച്ച് എന്തും നമ്മൾ വീഡിയോ ആക്കുമായിരുന്നു. വാച്ച് ടൈമോ ആവറേജ് വ്യൂ ഡ്യൂറേഷനോ ഒന്നും തന്നെ യൂട്യൂബിന് പ്രശ്നമല്ലായിരുന്നു. യൂട്യൂബിൻ്റെ തമ്പനയിൽ കണ്ട് ആര് ക്ലിക്ക് ചെയ്യുന്നോ അവരുടെ വീഡിയോ യൂട്യൂബ് വൈറലാക്കുന്ന ഒരു സമയം യൂട്യൂബിനുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി യൂട്യൂബ് വീഡിയോകളിൽ ഓഡിയൻസ് റിട്ടൻഷനും വാച്ച് ടൈമും ഒക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യുകയും അതിലൂടെ വ്യൂ കൊണ്ടിരിക്കുകയും ചാനൽ ഗ്രോ ചെയ്യുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ക്വാളിറ്റിക്കൊപ്പം യൂട്യൂബ് വീഡിയോകളുടെ ക്വാണ്ടിറ്റിയിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ ലോങ് ഫോം വീഡിയോസ് മാത്രമല്ല ആളുകൾ അപ്ലോഡ് ചെയ്യുന്നത്, ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ആഴ്ചയിൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ മിനിമം ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നെങ്കിൽ നമുക്ക് ആ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിലേക്ക് വരാനും അതിൽ നിന്നുള്ള ഒരു റെക്കമെൻഡേഷനും റീച്ചിലേക്കും ബ്രൗസ് ഫീച്ചറിലേക്കും ഒക്കെ നമ്മുടെ വീഡിയോകൾ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഷോർട്ട് ഷെൽഫിൽ പോയി കഴിഞ്ഞാൽ ഇന്നൊരാൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടു, നാളെ നമ്മുടെ ഒരു വീഡിയോ ഇട്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ അവർക്ക് അടുത്ത ദിവസം അത് റെക്കമെൻഡായിട്ട് ചെല്ലത്തുള്ളൂ. അപ്പം നമ്മൾ റെഗുലറായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് ഇപ്പം യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത്. അപ്പം നിങ്ങൾ ലോങ് വീഡിയോ ചെയ്താലും ഷോർട്ട് വീഡിയോ ചെയ്താലും മാക്സിമം ക്വാളിറ്റിയോടൊപ്പം തന്നെ ക്വാണ്ടിറ്റിയോടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക, കൺസിസ്റ്റൻ്റ് ആകാനായിട്ട് ശ്രമിക്കുക. 5ാമത്തെ പോയിന്റ്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ യൂട്യൂബിൻ്റെ അനലറ്റിക്സിൽ തന്നെയുണ്ട്. പക്ഷേ എങ്കിൽ എത്ര പേര് യൂട്യൂബ് അനലറ്റിക്സ് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്? ഇതിനെ കറക്റ്റായിട്ട് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു ആരും ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. നിങ്ങൾ ഇനിയും ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അനലറ്റിക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക. അവിടെ എന്തൊക്കെ ഫീച്ചേഴ്സ് യൂട്യൂബ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കുക. ആ ഫീച്ചേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുക. അതിനനുസരിച്ച് വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഓഡിയൻസിന് ഏത് രീതിയിലുള്ള വീഡിയോകളാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അനലറ്റിക്സ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. വേറൊരാൾ നിങ്ങളോട് പറഞ്ഞു തരികയാണ് ഇന്ന രീതിയിലുള്ള വീഡിയോ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, വ്യൂ കിട്ടും എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് നിങ്ങളുടെ ചാനലിൻ്റെ അനലറ്റിക്സ് നോക്കി നിങ്ങളുടെ ഓഡിയൻസിന് വേണ്ട കണ്ടന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ കൂടത്തില്ലേ? പിന്നെ എന്തിനാണ് വേറൊരാൾ പറയുന്നത് കേൾക്കുന്നത്? എത്രയോ പേര് ഇപ്പം കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ പെയ്ഡ് കോഴ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് 1000-10,000 ഒക്കെ കൊടുത്ത് ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. വാങ്ങിയിട്ട് എന്താണ് അതിൻ്റെ അതിൽ കാണുക? നമ്മൾ ഈ യൂട്യൂബിൽ ഈ ഫ്രീ ആയിട്ടിരുന്ന് പറയുന്നതിന് അപ്പുറത്തായിട്ട് എന്ത് മാജിക്കാണ് കോഴ്സുകളിലൂടെ ഒരു പക്ഷേ ഇവരൊക്കെ കാണിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് മാജിക് ഒന്നും കാണിക്കാറില്ല. യൂട്യൂബിൽ വെളിയിൽ നിന്നുള്ള ഒരു കൈകടത്തലുകളും പറ്റുന്നൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഈ 5 പോയിന്റ് പറഞ്ഞതിൽ ഈ 5 പോയിന്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്തോളൂ. മനസ്സിലായോ? അപ്പം എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ അനലറ്റിക്സ് ഒന്ന് ഓപ്പൺ ആക്കുക, അത് നോക്കുക, അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ നമ്മുടെ യൂട്യൂബിൻ്റെ അനലറ്റിക്സ് ഈ വഴിക്ക് പോകുന്നു, നമ്മൾ വീഡിയോ ആ വഴിക്ക് ഇടുന്നു, നമ്മുടെ ചിന്തകൾ ഈ വഴിക്ക് പോകുന്നു, നമ്മുടെ ഓഡിയൻസ് ആ വഴിക്ക് പോകുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ചാനലിൻ്റെ ഓഡിയൻസ് എന്താണോ ഫോക്കസ് ചെയ്യുന്നത്, അവർക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വീഡിയോകൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ അനലറ്റിക്സിൽ കിട്ടുന്ന മാജിക് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാം. അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ആ കാര്യം കമൻറ്റ് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചധികം സമയം എടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പോകും. എന്നാലും ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം മറക്കാതെ നിങ്ങൾ ആ ഒരു കാര്യം കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്കോടെ ചെയ്തേക്കുക. 6ാമത്തെ പോയിന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം ഫോളോ ചെയ്യുക. അതായത് പലരും യൂട്യൂബ് വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാറുണ്ട്. ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമേ സത്യത്തിൽ ഇപ്പോൾ ഇല്ല. ഒരു 2-3-4 വർഷം മുമ്പൊക്കെ ഞാനൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. മെയിൻ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പോകുമായിരുന്നു കാടി കയറി. അപ്പോൾ അത് കാണാൻ ആളുണ്ടായിരുന്നു. അന്നത്തെ ഒരു സാഹചര്യമേ അല്ല ഇന്ന്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഒരിക്കലും നിങ്ങളുടെ സമയം വെറുതെ യൂട്യൂബ് വീഡിയോകളിൽ കളയരുത്. ഒരു കാര്യം മെയിൻ ടോപ്പിക് എന്താണ്, ആ ടോപ്പിക്കിലേക്ക് വീഡിയോയിൽ ഒരു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കടക്കാനായിട്ട് ശ്രമിക്കുക. പല യൂട്യൂബ് വീഡിയോകളിലെയും തമ്പനയിൽ കണ്ടിട്ടാണ് ആളുകൾ നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നത്. അതല്ലാതെ നമ്മുടെ പെർഫോമൻസോ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയോ ഒന്നും കണ്ടിട്ട് ആയിരിക്കത്തില്ല. അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആയിരിക്കും. പുതുതായിട്ട് ഒരാൾ വരുവാണെങ്കിൽ അവർ മെയിനായിട്ട് നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവർ ആ വീഡിയോയിലേക്ക് വരുന്നത് ആ തമ്പനയിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ആരെയും തന്നെ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കണം. അതല്ലാതെ ആരുടെയും ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകരുത്. അങ്ങനെ പോയാൽ നമ്മൾക്ക് ഈ പറയുന്ന ഓഡിയൻസ് റിട്ടൻഷനും കിട്ടത്തില്ല, എൻഗേജ്മെൻറ്റും കിട്ടത്തില്ല, വാച്ച് ടൈമും കിട്ടത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോ ഗ്രോ ചെയ്തില്ല. 7ാമത്തെ പോയിന്റ്, അതായത് യൂട്യൂബിൽ ഏത് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്താലും അത് വൈറൽ കണ്ടന്റ് ആയിക്കോട്ടെ, ട്രെൻഡിങ് കണ്ടന്റ് ആയിക്കോട്ടെ, സെർച്ചബിൾ കണ്ടന്റ് ആയിക്കോട്ടെ, എന്ത് സംഭവമാണെങ്കിലും അതിൽ മാക്സിമം നിങ്ങൾ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെ വീഡിയോകൾ ചെയ്യാൻ ശ്രമിക്കുക. SEO എന്ന് പറയുന്ന സംഭവം, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച്
സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ അതും അടുത്ത ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ SEO ഒപ്റ്റിമൈസ്ഡ് ആണെങ്കിൽ തുടക്കത്തിൽ വ്യൂ കിട്ടിയില്ല എങ്കിലും മുമ്പോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് വ്യൂ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കേണ്ടത് വീഡിയോയുടെ തമ്പനെയിൽ, 2 ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ് ഇതിൻ്റെ അകത്ത് വലിയ മാറ്റർ ചെയ്യുന്നില്ല. എന്നാലും ടാഗ് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ SEOയുടെ ത്രൂ വ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആരും മിസ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂ വന്നു വന്നില്ല എന്നുള്ള ആ ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട്, അതായത് ഒരു വീഡിയോയ്ക്ക് SEO ചെയ്തു അതിന് വ്യൂ വന്നില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ SEO ചെയ്യുന്നില്ല എന്ന് കരുതരുത്. മനസ്സിലായി? SEO ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ വ്യൂ കയറി വന്ന് നിങ്ങൾ വൈറലായി വലിയ സംഭവമായിട്ട് മാറത്തില്ല. പക്ഷെങ്കിൽ ആ പ്രോപ്പർ SEO ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് വ്യൂ വരുന്നതാണ്. 8ാമത്തെ പോയിന്റ്, നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ കുറച്ച് വ്യൂ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ വ്യൂ വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ത്രൂ ആയിരിക്കും നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത്. ഓർഗാനിക് ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ പെയ്ഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയവരുടെ കാര്യമല്ല. ജെനുവിനായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ചാനലിൽ ഏതെങ്കിലും 1-2 വീഡിയോ വൈറലായിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനെ, വാച്ച് ടൈമിന്, നിങ്ങളുടെ ചാനൽ ഗ്രോത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ചാനലിൻ്റെ അനലറ്റിക്സിൽ പോയിട്ട് ടോപ്പ് വാച്ച്ഡ് വീഡിയോ ഏതാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചാനലിൽ ആ മാസം ഏറ്റവും കൂടുതൽ വ്യൂ വന്ന വീഡിയോ ഏതാണെന്ന് നോക്കുക. ആ വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുക, ഈ വീഡിയോയ്ക്ക് എന്തുകൊണ്ട് വ്യൂ കൂടി. സാധാരണ ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുന്ന പോലെ തന്നെയാണോ ഈ വീഡിയോ ചെയ്തത്, എന്താണ് ഈ വീഡിയോയ്ക്ക് വ്യൂ വരാനുള്ള കാരണം എന്ന് നോക്കുക. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. അതിനുശേഷം ഇനിയും സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് നോക്കുക. കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ നികത്തിക്കൊണ്ട് വീണ്ടും അതേ ടോപ്പിക്കിൽ ഒരു വീഡിയോയുടെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോയിലേക്കും വ്യൂ വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ആദ്യത്തെ ഓഡിയൻസ് ആദ്യത്തെ വൈറലായ വീഡിയോ അല്ലെങ്കിൽ ആളുകൾ കണ്ട വീഡിയോ അതിനെ ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ മറ്റ് വീഡിയോകൾ കാണുന്നുണ്ടായിരിക്കാം. അവർ വീണ്ടും നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്നതാണ്, പക്ഷേ ആരും പറഞ്ഞു തരുന്നുണ്ടായിരിക്കത്തില്ല ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെ മിക്ക ആളുകളും ചെയ്യുന്നുണ്ട്. ഇത് വർക്കൗട്ട് ആകുന്ന ഒരു ടെക്നിക്കാണ്, ഉപയോഗിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ റിപ്പീറ്റ് വീഡിയോ ചെയ്യുമ്പോൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള, വാച്ച് വാല്യൂ ഉള്ള കണ്ടന്റ് ആയിരിക്കണം. നിങ്ങൾ 6 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു, പക്ഷേങ്കിൽ ആ വീഡിയോയ്ക്ക് ഇന്നത്തെ ദിവസം ഒരു വാല്യൂ ഇല്ല. ഒരു ട്രെൻഡിങ് കണ്ടന്റിൽ ഒരു വീഡിയോ 6 മാസം മുമ്പ് ചെയ്തു, അതിനിപ്പോൾ ഒരു വാല്യൂ ഇല്ല, ആളുകൾ കാണത്തില്ല, അതിൽ കുറച്ച് വ്യൂ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ടിയും മുട്ടി നിങ്ങളുടെ വീഡിയോയിൽ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. പക്ഷെങ്കിൽ വാച്ചബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട്, റിപ്പീറ്റ് വാല്യൂ ഉള്ള കണ്ടന്റുകളുണ്ട്. അങ്ങനെയുള്ള കണ്ടന്റുകൾ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തോളുക. ഒരു രീതിയിലുള്ള പ്രശ്നം നിങ്ങളുടെ ചാനലിൽ ഉണ്ടാകത്തില്ല. പക്ഷെങ്കിൽ പഴയ വീഡിയോ അതേപോലെ എടുത്തിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്ത് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യണം. ആദ്യത്തെ വീഡിയോയിൽ എന്തെങ്കിലുമുള്ള മിസ്റ്റേക്കുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് രണ്ടാമത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക. വൈറലാവുന്നേ നോക്ക്, ട്രൈ ചെയ്ത് നോക്ക്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നോക്ക്. ഇതൊക്കെ വലിയ എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്യുന്ന കാര്യമാണ്. ഇത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിടത്തേ ഉള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും അല്ല. സത്യത്തിൽ നിങ്ങൾ മെയിൻ വലിയ ഗ്രോ ചെയ്ത് പോയിട്ടുള്ള ചാനലുകളൊക്കെ എടുത്ത് നോക്കും. സെയിം ടോപ്പിക്കാണ് നമുക്ക് തോന്നത്തില്ല, പക്ഷെങ്കിൽ അവരതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് ഏകദേശം അതേപോലെയൊക്കെ ആക്കി കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട്. നല്ല രീതിയിൽ അതിന് വ്യൂ കിട്ടിയിട്ടുമുണ്ട്. പേഴ്സണലി ഞാൻ ചെയ്തിട്ടുള്ള പല വീഡിയോകളും അങ്ങനെ ഞാൻ ചെയ്ത് അതിൽ വ്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമന്റുകളിലൂടെ അറിയിക്കുക. സപ്പോർട്ട് മീ എന്നുള്ള കമന്റ് ഒഴിവാക്കിയിട്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും 4 കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.